വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് കർക്കിടക മാസമാണ്. നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസസ് വരുന്നത്. എന്നിരുന്നാലും നമുക്ക് കാര്യം പറയാം. പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഇലക്കറികൾ എന്ന് പറയുന്നത് കർക്കിടക മാസം ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഇന്നുള്ളവർ പറയുന്നു ഇലക്കറികൾ ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന്. എന്താ ഇത് പറയാനുള്ള കാരണം? എന്താണ് ഒഴിവാക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അവിടെ വേലിപ്പത്തലിൽ അരുളിച്ചെടി വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അവിടെ വേലിപ്പത്തലിൽ കൊണ്ടുപോയിട്ട് ഈ അരുളിച്ചെടി വെക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, വേറൊന്നും കയറി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് മറ്റ് മൃഗങ്ങളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അന്നെനിക്കറിയില്ലായിരുന്നു അരുളിച്ചെടിക്കകത്ത് വിഷമയമുണ്ട്, അത് വേലിക്കലേ വെക്കാവൂ, വീട്ടിനുള്ളിൽ പറമ്പിലൊന്നും വയ്ക്കരുതെന്ന്. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലുണ്ടായ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ പുറത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറിയത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാസം, കർക്കിടക മാസം, ഇലക്കറികൾ കഴിക്കാമോ? ഇന്നത്തെ ആളുകൾ പറയുന്നു കഴിക്കാം, പണ്ടുള്ളവർ പറയുന്നു കഴിക്കരുത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? അന്തരീക്ഷം വിഷമയമാണ്. അത് നമ്മുടെ ബോഡി തിരിച്ചറിയുമോ? തീർച്ചയായിട്ടും തിരിച്ചറിയും. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള സൂര്യൻ്റെ കിരണങ്ങൾ അഥവാ സൺറൈസസ് ഇവിടേക്ക് എത്തുന്നത് എത്ര സെക്കൻഡിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യസമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി പോലെയുള്ള ഒരുപാട് വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും നമുക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകും. ആ ഒരവസ്ഥയിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറയുകയും അതുപോലെ ആസ്മ, മറ്റുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, അവരെയൊക്കെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. കിടപ്പ് രോഗികളൊക്കെ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന്. അതുകൊണ്ടാണ് കർക്കിടക മാസം യമധർമ്മൻ്റെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മാസം ഇലക്കറികൾ കഴിക്കാമോ? തീർച്ചയായിട്ടും ഇലക്കറികൾ കഴിക്കാം. ആരൊഴികെ? മുരിങ്ങ ഒഴികെ. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം കഴിക്കാം. പത്തില കറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ? പത്തിലകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിനകത്ത് മുരിങ്ങ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. കാരണം മുരിങ്ങ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതായത് നമ്മുടെ എല്ലിൻ്റെ ആ ശക്തി കുറയുകയും വെറുതെ, മഴക്കാലമാണ്, വെറുതെ തെന്നി വീഴുകയും അത് ഒടിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക ശേഷി, നമുക്കറിയാലോ, മുരിങ്ങ ഇലയും മുരിങ്ങയുടെ ആ ഒരു മുരിങ്ങക്കോലും കഴിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വർദ്ധിക്കും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ അടുക്കളയിലുണ്ട്. അതിലൊന്നാണ് വെങ്കായം എന്ന് പറയുന്ന ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളികൾ. അതുകൊണ്ടാണ് ഈ ഋഷിവര്യന്മാരൊന്നും ഇത് കഴിക്കാത്തത്. നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം അതിനെയൊക്കെ ഇനി ഇതും വിചാരിച്ചുകൊണ്ട് ആരും പോയി അത് കൂടുതൽ കഴിക്കരുതേ. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളുണ്ട് വിഭാഗത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം മുരിങ്ങ ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിക്കും. നമുക്ക് എന്തൊക്കെ എഫിഷ്യൻസി തരുന്നോ അതെല്ലാം ഡെഫിഷ്യൻസി ആയിട്ട് മാറും ഈ സമയത്ത് ഇത് കഴിച്ചാൽ. പിന്നെ എന്ത് കഴിക്കാം? ചിലർ പറയുന്നുണ്ട്, ചില പോസ്റ്റുകളിൽ ഞാൻ കാണുന്നു, ഈ കൂവളം എന്ന് പറയുന്ന സാധനം ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ളത്. എൻ്റെ ദൈവമേ, ഒരു കാരണവശാലും അത് ഭക്ഷ്യയോഗ്യമല്ല. അത് ഒരു കാരണവശാലും എടുത്ത് കഴിക്കല്ലേ. അത് ഔഷധത്തിന് ഉപയോഗിക്കും. അതിൻ്റെ കായ് എന്ന് പറയുന്ന, കൂവളത്തിൻ്റെ കായ് എന്ന് പറയുന്നത് വിഷമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഔഷധം ഉണ്ടാക്കും. ഒരു അസുഖത്തിന് അത് ഉപയോഗിക്കുന്നുണ്ട്. വില്വപത്രം എന്നാണ് ശരിക്കും എൻ്റെ പേര്. അത് പക്ഷേ അതിൻ്റെ ഇല എടുത്ത് ചവച്ചരച്ചൊന്നും കഴിക്കരുത്, അരുളി കഴിച്ച അവസ്ഥയാവും. അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും ഭക്ഷ്യയുക്തമല്ല. താള് തകര
കേട്ടിട്ടുണ്ടല്ലോ ഈ രണ്ട് സാധനം, വഴിയരിവിലൊക്കെ നിപ്പുണ്ട് ഈ സാധനം, പക്ഷേ ഇപ്പം വളരെ കുറവാണ്. ചേനത്തണ്ട്, ചേനയുടെ ഇല രണ്ടും ഉപയോഗിക്കാം. ചേമ്പ് എന്ന് പറയുന്ന നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ചേമ്പെടുത്ത് കറി വെക്കരുത്, പ്രശ്നം ഉണ്ടാവും, കണ്ണിന്റെ കാഴ്ച കുറയും. പിന്നെ ഏത് ചേമ്പാ ഉദ്ദേശിക്കുന്നേ? കാട്ടുചേമ്പ്. കാട്ടുചേമ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി ഉള്ളതല്ല, വേറൊരു തരം ചേമ്പുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് കറയില്ല, അതാണ് ഉപയോഗിക്കുന്നത്. അല്ല വീട്ടിൽ വളർത്തുന്ന ചേമ്പെടുത്ത് വെട്ടി അരിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ആ ചേമ്പിനെ വിളിക്കുന്ന പേരാണ് താള് എന്ന് പറയുന്നത്. ആ കാട്ടുചേമ്പില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് താള്. മനസ്സിലായോ? താളും തകരയും. ആ താളെന്ന് പറയുന്നത് ആ ചേമ്പാണ്, കാട്ടുചേമ്പ്, അല്ലാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചേമ്പല്ല. ഓക്കെ. അടുത്ത വരുന്ന സാധനം എന്ന് പറയുന്നത് ഏതാണ്? തഴുതാമ എന്ന് പറയുന്ന സംഭവമാണ്. തഴുതാമ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനത് കാണിക്കാം, ഓരോന്നോരോന്നായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. തഴുതാമ എന്ന് പറയുന്നത് ഒരു രോഗമുക്തിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടാണ്. രോഗം എന്ന് പറഞ്ഞാൽ പൈൽസ്, മൂലക്കുരു, ഫിസ്റ്റുല, അർശസ് എന്നൊക്കെ പറയുന്ന രോഗത്തിന് ഇത് അരച്ച് പാലിനകത്ത് ചേർത്ത് വെറും വയറ്റിൽ സേവിച്ച് കഴിഞ്ഞാൽ ആ ബൾജിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ഒരു സംഭവമാണ് ഈ തഴുതാമ എന്ന് പറയുന്നത്. പിന്നീട് ഈ കൂട്ടത്തിൽ വരുന്നതാണ് മത്തൻ, കുമ്പളം. ഉപയോഗിക്കാം കർക്കിടകത്തിൽ, ഒരു പ്രശ്നവുമില്ല. ഇനി വരുന്ന ആളുകൾ 3 പേര് ആരൊക്കെയാണ്? ആ 3 പേരാണ്: ഒന്ന് മുള്ളൻ ചീര. ഇപ്പം ചീരകൾ പല സൈസുണ്ട്, ചുവന്ന ചീര, പച്ച ചീര, അങ്ങനെ പലതരത്തിലുണ്ട്. അതിനകത്ത് മുള്ളൻ ചീര ഈ സമയത്ത് നല്ല, അതായത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആ ടൈമിൽ. അപ്പം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ശക്തി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ എന്താ പറയുന്നത്, ഈ പത്തിലക്കറികളിൽ അത് ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഔഷധ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുള്ളൻ ചീര നല്ലതാണ്. പിന്നെ മുള്ളൻ ചീര, അടുത്ത ആളിൻ്റെ പേര് നെയ്യുണ്ണി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചെറിയൊരു ബോള് പോലെ ഒരു സാധനമൊക്കെ പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ നെയ്യുണ്ണി എന്ന് പറയുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് കാണിക്കാം കേട്ടോ. നെയ്യുണ്ണി എന്ന് പറയുന്ന അതിൻ്റെ ഇലയും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പിന്നെ ദ ലാസ്റ്റ് വൺ ചൊറിയണം എന്ന് പറയുന്ന സാധനമുണ്ട് കേട്ടോ. ചൊറിയണം എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമ്മൾ ചൊറിയണം 2 തരത്തിലുണ്ട് കേട്ടോ. അതിനകത്ത് ആന ചൊറിയണം മാത്രമേ ഉപയോഗിക്കാവൂ. ആ ആനച്ചൊറിയണം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ചൊറിയണം ഒന്ന് പച്ച ചൊറിയണം ഇല്ലേ, പക്ക പച്ച ചൊറിയണം. അത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ പണ്ടുള്ളവർ ചെയ്യുന്നത്, ഒരു തുമ്പ പറിച്ചിട്ട് അതൊക്കെ ഒന്ന് തലോടും. മനസ്സിലായി? തലോടുമ്പോഴത്തേക്ക് എന്താണ്, ഒന്ന് അതിൻ്റെ ആ നീരൊന്ന് പറ്റുമ്പോഴത്തേക്ക് അവിടെ എന്താവും, ആ ചൊറിച്ചിൽ മാറി കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അറിയും, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് അറിയുമെന്നറിയില്ല. അപ്പം ഇത് പഴയ പുരാതനമായിട്ടുള്ള അറിവാണ് അതൊക്കെ. അപ്പോൾ അതാണ് അത് പച്ച ചൊറിയണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇളം ചൊറിയണം എന്നൊക്കെ പറയും. ഇത് ആനച്ചൊറിയണം. അതിൻ്റെയും ചിത്രം കാണിക്കും. അതെടുത്ത് ചൂട് കഞ്ഞിവെള്ളത്തിനകത്തിട്ട് കുറച്ച് നേരം വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചാലും മതി. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള ചൊറിയുന്ന സംഭവങ്ങളെല്ലാം, മുള്ളു പോലത്തെ ആ അരം എല്ലാം പോവും. അതിനുശേഷം എടുത്ത് തോരൻ വെക്കുന്ന പരിപാടിയാണത്. അപ്പോൾ അതും വളരെ ഉത്തമമാണ് ആരോഗ്യ സംരക്ഷണത്തിന്. ഏത് സമയത്ത്? ഈ കർക്കിടക മാസത്തിൽ. അങ്ങനെ ഈ 10 ഇലകളുടെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞത് മാത്രമേ വരത്തുള്ളൂ, ഒരു സംശയമില്ല. അല്ലാതെ നിങ്ങൾ പോയി മറ്റുള്ള ഇലകളെല്ലാം കൂടെ വെച്ച് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊന്നു മക്കളെ പണി മേടിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള അല്ലാതെ ഒന്നും ഈ മാസം എടുക്കാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ടത് മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള റൂട്ട്സ് ഉള്ളത്, അതായത് വേരുകളുള്ളത് ഏതിനാണ്? മുരിങ്ങയ്ക്കാണ്. പിന്നെ മുരിങ്ങയെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് മുമ്പോട്ട് പോകും. ഒറ്റ കാര്യമുള്ളൂ, അതങ്ങ് ഒഴിവാക്കുക ഈ ഒരു മാസം. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് പ്ലാൻസ് എന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓരോന്നും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഓക്കെ. ഇതാണ് തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള തകര എന്ന് പറയുന്ന ചെടി. ഇതാണേ നമ്മൾ ഈ പറയുന്ന ചേമ്പ് അല്ല, താള് കറി വെക്കുന്ന സാധനം. അപ്പോൾ മറക്കണ്ട, ഇത് ചേമ്പല്ല, ഇത് താളാണ് കേട്ടോ. കാട്ടുചേമ്പെന്നും പറയും. ഇവനാണ് തഴുതാമ, നമ്മുടെ പൈൽസിന് ഉപയോഗിക്കുന്ന സാധനം. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമെന്നേ, റോഡരിയിലൊക്കെ കാണും. വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഇവനെ പറയേണ്ട കാര്യമില്ലല്ലോ. പയറ് ചെടി വേണ്ടേ, ചേനത്തണ്ടും ചെറുപയറും ചിരട്ട പൊട്ടിച്ചുപ്പേരി.
ഇത് പറയേണ്ട കാര്യമില്ല. മത്തൻ. ഇനി വരുന്നത് കുമ്പളം. അയ്യോ, മത്തനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഈവൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പുക വലിക്കുന്നവരുണ്ടെങ്കിൽ ശ്വാസകോശം ക്ലീൻ ആവാൻ ഇത് വെച്ച് തോരനുണ്ടാക്കി കഴിച്ചാൽ മതി. ഏതാണ്? മത്തനില. ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ആളിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം കൂടെ പേര് പോലെ തന്നെ ആളുണ്ട്, കുമ്പളങ്ങ. ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ വയ്ക്കാം. അടുത്ത ആൾ ഇയാളാണ് പ്രശ്നം. ഇവനാണ് മുള്ളൻചീര. അതായത് കണ്ണിൻ്റെ കാഴ്ച സൂപ്പറായിട്ട് കൂട്ടിത്തരുന്ന സാധനം കേട്ടോ. ഇന്ന് കിട്ടാനില്ല ഈ സാധനം. ഇതുണ്ടെങ്കിൽ പൊളിച്ചു. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഈ മാസം വെറുതെ വിടരുതേ, അത്രയ്ക്ക് ഉത്തമം. ഇതാണ് ഞാൻ പറഞ്ഞ ചൊറിയണം കേട്ടോ. ഇത് നമ്മുടെ സാധാ ചൊറിയണം അല്ല, ഇതാണ് ആന ചൊറിയണം എന്നാണ് ഇത് പറയുന്നത്. പല നാട്ടിൽ പല ഭാഷ അല്ലേ, 6 നാട്ടിൽ 100 ഭാഷ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല. ഇതാണ് സാധനം. അപ്പോൾ ഇതിന് കിട്ടുവാണെങ്കിൽ തോരൻ വെച്ചോ. ഞാൻ പറഞ്ഞ പോലെ വെക്കാവേ, അല്ലേ ചൊറിഞ്ഞ് ഉപ്പാട് വരുവേ. ഇതാണ് നെയ്യുണ്ണി. ഇതിൻ്റെ നെയ്യുണ്ണി മാത്രമല്ല, ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് സംഭവം എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം. അതായത് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സംഭവമാണ്. ഈ വയറുവേദനയും സംഭവമൊക്കെ മാറ്റി കിട്ടുന്ന കിടുന്ന സാധനം. ഇത്രയേ ഉള്ളൂ. സോ വൈൻഡപ്പ് ചെയ്യാൻ പോവുക. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്തൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെടികളെക്കുറിച്ച് പറയുമ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ വിടുക. എന്തുവെന്നറിയാമോ? പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെയൊക്കെ ആ സമയത്ത്, അവിടെ വേലിപ്പത്തലിൽ അരുളിച്ചെടി വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അവിടെ വേലിപ്പത്തലിൽ കൊണ്ടുപോയിട്ട് ഈ അരുളിച്ചെടി വെക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, വേറൊന്നും കയറി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് മറ്റ് മൃഗങ്ങളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അന്ന് എനിക്കറിയില്ലായിരുന്നു അരുളിച്ചെടിക്കകത്ത് വിഷമയമുണ്ട്, അത് വേലിക്കലേ വെക്കാവൂ, വീട്ടിനുള്ളിലോ പറമ്പിലൊന്നും വെക്കരുതെന്ന്. പക്ഷെ ഇന്ന് ശാസ്ത്രം തെളിയിച്ചപ്പോൾ നമ്മളെല്ലാവരും അത് വിശ്വസിച്ചു. അപ്പോൾ പണ്ടുള്ളവരെന്താ മണ്ടന്മാരാ? ഇതെല്ലാം അറിഞ്ഞ് പഠിച്ചിട്ടല്ല ഇവർ ഓരോന്നും ചെയ്യുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അറിവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്നെ ഫോളോ ചെയ്യുന്നവരും ഇത് വിശ്വസിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ. അതുപോലെ കർക്കിടകമാണ്, ഈ പറയുന്ന 10 ഇലകൾ മാത്രം കഴിച്ചോളൂ കേട്ടോ. വേറെ ഒന്നും എടുക്കുമ്പോൾ ഉണ്ടാ, കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടിരിക്കും, കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടിരിക്കും. ഓക്കെ, നല്ല എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. എങ്കിലല്ലേ നിങ്ങൾക്ക് നാളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണ്ടേ, അത്രേ ഉള്ളൂ. അപ്പോൾ മക്കളെ, ഷെയർ, ലൈക്ക്, കമൻറ്റ് എല്ലാ സംഭവം തരണേ. പിന്നെ എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ. എന്തിനാണെന്നറിയാമോ? ഇപ്പം വ്യൂസ് കുറവുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആണോ ഇടുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും എന്ത് കണ്ടന്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് പഠിച്ചിട്ട് തന്നെ ഞാൻ വന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ എനിവേ എല്ലാവരും സൂപ്പറായിട്ടിരിക്കട്ടെ. രുദ്രധാരയുടെ എല്ലാ അനുഗ്രഹവും, മഹാരുദ്രൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. നമസ്കാരം.